ഇന്നത്തെ കഥ കുഞ്ഞൻ്റെ അമ്മ. എഴുതിയത് കെ പല്ലശ്ശന്. കുഞ്ഞൻ കുറുക്കൻ തീറ്റ തേടി ഇറങ്ങിയതാണ്. നടന്നു നടന്ന് കാട്ടാറിൻ്റെ തീരത്തെത്തിയപ്പോൾ ഒരു പറ്റം കാട്ടുതാറാവുകളെ കാണാനിടയായി. അവൻ പതുങ്ങിച്ചെന്ന് ഒരെണ്ണത്തിനെ പിടികൂടി. ഇന്ന് ഇതു മതിയാകും, കുഞ്ഞൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. അതു കേട്ട് ആ കാട്ടുതാറാവ് കരയാൻ തുടങ്ങി. ഞാനൊരു കുഞ്ഞല്ലേ, കുറച്ചു കാലം കൂടി എന്നെ ജീവിക്കാൻ അനുവദിച്ചുകൂടെ? കരച്ചിലിനിടയിൽ ആ താറാക്കുഞ്ഞ് അപേക്ഷിച്ചു. അത് ന്യായമായ ഒരപേക്ഷയാണെന്ന് കുഞ്ഞന് തോന്നി. പാവം, കുറച്ചു കാലം കൂടി ജീവിച്ചോട്ടെ. ശരി ശരി, ഞാൻ നിന്നെ വെറുതെ വിടുന്നു. കുഞ്ഞൻ ആ താറാക്കുഞ്ഞിനെ മോചിപ്പിച്ചു. കുഞ്ഞന് നന്ദി പറഞ്ഞ ശേഷം അത് കാട്ടാറിലിറങ്ങി നീന്തി മറുകരയിലേക്ക് പോയി. കുഞ്ഞൻ യാത്ര തുടർന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ വള്ളിപ്പടർപ്പിൽ ഒരു മുയലിനെ കണ്ടു. കാലിൽ വള്ളി കുടുങ്ങിയതിനാൽ അതിനെ എളുപ്പം പിടിക്കാൻ അവന് കഴിഞ്ഞു. കൊള്ളാം, താറാവിൻ്റെ ഇറച്ചിയേക്കാൾ മെച്ചം ഇതുതന്നെ, കുഞ്ഞൻ പറഞ്ഞു. മുയൽ കരയാൻ തുടങ്ങി. എനിക്ക് കുഞ്ഞു മക്കളുണ്ട്, അവരെ വളർത്തി വലുതാക്കണം, എന്നെ വെറുതെ വിട്ടുകൂടെ? മുയലമ്മ വിതുമ്പിക്കൊണ്ട് അറിയിച്ചു. കുഞ്ഞന് തൻ്റെ അമ്മയെ ഓർമ്മ വന്നു. അവൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, മുയലമ്മയെ സ്വതന്ത്രയാക്കി. കുഞ്ഞനോട് നന്ദി പറഞ്ഞ് അവൾ ഓടിപ്പോയി. കുഞ്ഞൻ യാത്ര തുടർന്നു. തടാകതീരത്തെ പുൽമേട്ടിൽ ഒരു പറ്റം മാനുകൾ മേയുന്നു. അവൻ കുതിച്ചു ചെന്ന് ഒരു മാനിനെ പിടിയിലൊതുക്കി. മുയലിറച്ചിയേക്കാൾ രുചിയേറും മാനിറച്ചിക്ക് അവൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ പിടിയിലായ മാൻ വിറച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ഞാനൊരു മുടന്തനാണ്, മറ്റുള്ളവരെ പോലെ ഓടാൻ പറ്റാത്തതുകൊണ്ട് നിനക്കെന്നെ പിടികൂടാൻ കഴിഞ്ഞു. അങ്ങനെയാണോ കാര്യം? എങ്കിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. കുഞ്ഞൻ അപ്പോൾ തന്നെ മുടന്തൻ മാനിനെ മോചിപ്പിച്ചു. വളരെ നന്ദി, തീർച്ചയായും വനദേവത നിന്നെ അനുഗ്രഹിക്കും. അത്രയും പറഞ്ഞ് മുടന്തൻ മാൻ അവിടെ നിന്നും പോയി. വെറും കൈയോടെ തിരിച്ചെത്തിയ കുഞ്ഞനെ കണ്ട് അമ്മ ആശ്ചര്യപ്പെട്ടു. ഒരു പകൽ മുഴുവൻ പരിശ്രമിച്ചിട്ടും ഒന്നും കിട്ടിയില്ലേ? കുഞ്ഞൻ ഉണ്ടായ കാര്യങ്ങൾ അമ്മയോട് പറഞ്ഞു. ഇനിയിപ്പോൾ നീ എന്തു തിന്ന് വയറു നിറയ്ക്കും? എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ അമ്മ ചോദിച്ചു. കുഞ്ഞന് ഉത്തരം മുട്ടി. അപ്പോഴാണ് മാളത്തിനു പുറത്ത് പതിവില്ലാത്ത ശബ്ദം കേട്ടത്. കുഞ്ഞനും അമ്മയും പുറത്തേക്ക് ചെന്നു. ഒരു താറാവും ഒരു മുയലും ഒരു പുള്ളിമാനും മാളത്തിന് പുറത്ത് നിൽക്കുകയാണ്. കുഞ്ഞാ, നീ വെറുതെ വിട്ട താറാക്കുഞ്ഞിൻ്റെ അമ്മയാണ് ഞാൻ, നിനക്ക് എന്നെ തിന്നാം, താറാവ് മുന്നോട്ട് വന്നു പറഞ്ഞു. എന്നെ തിന്നോളൂ, എൻ്റെ അമ്മയെ വെറുതെ വിട്ടതിന് നന്ദി, മുയൽക്കുഞ്ഞ് അറിയിച്ചു. നീ വെറുതെ വിട്ട മാനിൻ്റെ കൂടപ്പിറപ്പാണു ഞാൻ, നിനക്ക് എന്നെ ആഹാരമാക്കാം, പുള്ളിമാൻ പറഞ്ഞു. കുഞ്ഞൻ അമ്മയെ നോക്കി. അമ്മ അവരുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. കുഞ്ഞൻ്റെ അമ്മയാണ് ഞാൻ, നിങ്ങൾക്ക് പോകാം. അവരുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ കുഞ്ഞനും അമ്മയും മാളത്തിലേക്ക് ചെന്നു. അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കുഞ്ഞൻ ശ്രദ്ധിച്ചു. അവൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു.